ഹായ്. ആദ്യം കുഞ്ഞുമോൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല. കുഞ്ഞുമോൻ ചേട്ടൻ പറഞ്ഞ ദിവസം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്റെ വീഡിയോ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്കും 1000 നന്ദി. കാരണം വേറൊന്നുമല്ല, ഞാൻ എന്റെ വീട് വിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞുമോൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ കുഞ്ഞുമോൻ ചേട്ടനായിട്ട് വന്ന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. എന്റെ വീഡിയോകളെല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോയുടെ കാര്യം ചോദിച്ചു. ഓട്ടോ ഇടിച്ച് ആക്സിഡന്റ് ഞാൻ ചെയ്തായിരുന്നു. ആ ഓട്ടോയുടെ കാര്യങ്ങൾ തിരക്കി. ആ ഓട്ടോയുടെ കാര്യങ്ങൾ ഒരു 3-4 പേർ ഇപ്പൊ തിരക്കി കഴിഞ്ഞു. കുറെ നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിലായിരിക്കും അടുത്ത് വന്നിട്ട് ഇന്ന ആളല്ലയോ, വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലയോ എന്നൊക്കെ ചോദിക്കും. എല്ലാം കാരണക്കാര് ഞാൻ മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരുമാണ്. അവരോടെല്ലാം ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ആദ്യമേ കുഞ്ഞുമോൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞുമോൻ ചേട്ടൻ പറഞ്ഞ ദിവസം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുഞ്ഞുമോൻ ചേട്ടനും എന്റെ വീഡിയോ കാണുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം. ഞാൻ ഫ്ലവർ മില്ല് നടത്തുവാനും പൊടിയുടെ ഹോൾസെയിലും കാര്യങ്ങളൊക്കെ ആണ്. കുറച്ച് ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ പലയിടത്ത് ഏരിയയിലും പോകുന്ന സമയത്ത് പലരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പലരും വണ്ടി സൈഡിൽ വീഡിയോ ചെയ്യുന്ന ചേട്ടനില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ പലവരും അങ്ങനെ തിരക്കാൻ മെയിൻ കാരണം എന്റെ മാത്രം കഴിവല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോ വ്യക്തികളാണ്. അതിന് അവരോട് എല്ലാവരോടും ഓരോ വ്യക്തികളോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ പലരും എന്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് കുഞ്ഞുമോൻ ചേട്ടൻ മാത്രം. കുഞ്ഞുമോൻ ചേട്ടന്റെ വീഡിയോ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതുവരെയും അല്ല, പലരും എന്നോട് ചോദിച്ച പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ചോദിച്ചത് എന്റെ സുഹൃത്ത് മണിലാലിന്റെ അശ്വിൻ എന്ന ഓട്ടോയുടെ ആക്സിഡന്റ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അതെല്ലാവരും ശ്രദ്ധയപ്പെട്ട കാര്യം, ഒരു വൈറലായ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. പിന്നെ അതെന്തായെന്നും പറഞ്ഞ് പലരും എന്നോട് ചോദിച്ചു. അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തികൾക്ക് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഈ സപ്പോർട്ട് ചെയ്ത ആർക്കും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആരും മില്ല് നടത്തുന്നതിന് മില്ല് പൊടി ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന ഇപ്പൊ അങ്ങനെ ഇനി വരും വീഡിയോകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ എല്ലാവരും ഇതുവരെ സഹകരിച്ചവരും ഇനിയും സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം, ആത്മാർത്ഥ സഹകരിക്കുന്നു, വിശ്വസിക്കുന്നു. വരും വീഡിയോകളിൽ എന്താ മാറ്റങ്ങളെന്ന് ഞാൻ അറിയിക്കാം. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കുകയും ചെയ്യണം. ഇനിയുള്ള വീഡിയോകളിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണം. എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കൂടുതൽ അറിയത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകും മുന്നോട്ട് പോകുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സ്നേഹം, ലൈക്ക്, കമന്റ് എല്ലാം കൂടെ അറിയിക്കുക. എന്നാ നമുക്ക് കുഞ്ഞുമോൻ ചേട്ടന് ആദ്യം തന്നെ നന്ദി പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് നടന്നു വന്നിട്ട് അത് ഓട്ടോ ഓടിച്ച് പോയ കൂട്ടി തന്നെ കണ്ടങ്ങനെ ഓട്ടം നിർത്തി എൻ്റെ അടുത്ത് വന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേട്ടനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പരിചയപ്പെട്ടെ. ആ സമയത്ത് എനിക്ക് എന്ത് ചേട്ടനോട് പറയണം, പേടിപ്പിക്കണം അറിയാൻ വയ്യായിരുന്നു. പിന്നെ എന്നാലും പറ്റുന്ന രീതി ഞാൻ വീഡിയോ ചെയ്തു എടുത്തിട്ടുണ്ട്. കുഞ്ഞുമോൻ ചേട്ടന്റെ വീഡിയോ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ കാണുക എല്ലാവരും. ഇതിനെല്ലാം കാരണക്കാര് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും. അവരോടെല്ലാം വീണ്ടും വീണ്ടും 1000 നന്ദി. റബ്ബേ എല്ലാവർക്കും നല്ല മാത്രം പറഞ്ഞിരുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പിന്നെ ഈ വീഡിയോനകത്ത് ചേർക്കാം. എൻ്റെ വീഡിയോകളിൽ എന്ത് പോരാഴുണ്ടായാലും നിങ്ങളെല്ലാം ക്ഷമിക്കണം. ഞാൻ നാട്ടുകാരനാണ്. എനിക്കധികം തള്ളാനോ മറിക്കാനോ ഒന്നും അറിയത്തില്ല. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ സംസാരിക്കും, വീഡിയോ ചെയ്യും. നിങ്ങളെല്ലാം ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നെ ഓരോരുത്തരും ഒരു വ്യക്തിപരമായിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേര് എന്നെ പല കാണും തിരിച്ചറിയാൻ തുടങ്ങിയത്. അല്ല, എൻ്റെ കഴിവ് മാത്രമല്ല, എനിക്ക് കഴിവൊന്നുമില്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും അറിയത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. പിന്നെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും ആവശ്യമുണ്ട്. അതുമല്ല, ഇനി വരും വീഡിയോകളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഫോണിൽ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കെല്ലാം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മില്ല് നടത്തുന്നതിനാ കൂടി ഹോൾസെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ആരെയും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല.
അന്നേരം ഇനി വരും വീഡിയോകളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും വരും വീഡിയോകളിൽ ഞാൻ അറിയിക്കാം. എനിക്ക് സമയമുള്ള പോലെ ഞാൻ വീഡിയോകൾ ചെയ്യാം. അങ്ങനെ ഞാൻ കുഞ്ഞുമോൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞുമോൻ ചേട്ടൻ സന്തോഷവും കാര്യമൊക്കെ പങ്കുവെച്ചത് അത് ഞാൻ ഇതിന്റെ ബാക്കിയായിട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും നല്ല വാർത്ത എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കും. ഇങ്ങനെ വീഡിയോ കുഞ്ഞുമോൻ ചേട്ടനെ കാണാം. കുഞ്ഞുമോൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ഹായ് സുഹൃത്തുക്കളെ, ഒരു സന്തോഷമായിട്ടൊരു കാര്യമുണ്ട്. ഞാൻ വേറൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇന്ന കൂട്ടത്തിൽ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനെ ഇവിടെ പരിചയപ്പെടാൻ സാധിച്ചു. ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ പേരെന്തായിരുന്നു? കുഞ്ഞുമോൻ. ചേട്ടന്റെ വീട് എവിടെയായിരുന്നു? കുറ്റിവട്ടം പനേനകാർഗ ക്ഷേത്രത്തിന്റെ സമീപം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും മോളും മാത്രം. എന്നെ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട്? കാണുന്നതാ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ചേട്ടൻ എന്നെ കണ്ടോണ്ട് ഓടി വന്നാ. എന്നിട്ട് പറഞ്ഞ് മോന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഓട്ടോയുടെ വീഡിയോ ഒക്കെ കണ്ട കാര്യമൊക്കെ പറഞ്ഞു. ചേട്ടന് ഓട്ടോ ഓടിക്കും അല്ലേ? മക്കളൊക്കെ എത്ര ഉണ്ട്? ഒരാള്. എന്ത് ചെയ്യുക? പഠിക്കുക. ചേട്ടന്റെ ഓട്ടോ അത് കിടക്കും. ഓട്ടോയും കൂടെ പരിചയപ്പെടുത്തും. ഞാൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, സന്തോഷം കൊണ്ടാ കേട്ടോ. എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്നെ കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് മോന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു അതിയായ സന്തോഷം. അങ്ങനെ ചേട്ടന്റെ ഓട്ടോയിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ചേട്ടൻ ഓട്ടോ ഉണ്ടൊക്കെ സുഖമായിട്ട് കുഴപ്പമില്ല. എത്ര വർഷമായിട്ട് ഓടിക്കുന്നു ഓട്ടോ? ഞാൻ 93 വന്നതാ. 93 ഓട്ടോ നാട്ടിൽ ഓട്ടോ ഓടിക്കുക? അതിന് വെളി വല്ല നാട്ടിൽ തന്നെ. ആ വീട്ടിൽ എന്താ ഒരു മോള് മാത്രം? പിന്നെ 8 പഠിക്കുന്നു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല? സന്തോഷം കൊണ്ട് ഇങ്ങനെ പോകുന്നു. യാതൊരു കുഴപ്പമില്ലാതെ വലിയ നല്ലത്. അന്നേരം ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം പറഞ്ഞേരെ. സപ്പോർട്ടും ചെയ്തേക്കണം. ഞാൻ എന്നും ചേട്ടന്റെ വീഡിയോ കാണുന്നതാ. അന്നേരം ഓക്കെ, ചേട്ടനെ കണ്ടത് ഒരുപാട് സന്തോഷം. അത് നിങ്ങളെ കൂടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ അത് ഒരു ഇതല്ലല്ലോ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്ന നമ്മളെ. ഓക്കെ, ബൈ കൊടുത്തേ. ബൈ. ഓക്കെ ചേട്ടാ. എങ്ങോട്ട് പോകും?